എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യമെന്ന് കരുതിയിട്ടാണ്. മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത്? കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അറിയാമല്ലോ, സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. എങ്ങനെയാ ഭീഷണി വന്നത്? ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റുകാരൻ്റെ റോൾ ചേരുന്നത് ആ സംഘടനയ്ക്ക് അകത്തിരിക്കുന്നവർക്കാണ്. ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാര്യവാഹ് ജയിലിൽ കിടക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഒറ്റുകാരനെന്ന് വിളിക്കരുത്. നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ്. എന്നെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയതുകൊണ്ട്, പ്രവർത്തിച്ചു പോയതുകൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം, അല്ലേ? ഏതുവരെ പോട്ടെ എന്ന് നോക്കാം. ഈ വീരാരാധനയൊക്കെ എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീരാരാധന എത്ര ദിവസം ഉണ്ടാകും? വീരാരാധനയുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആൾ കെ സുരേന്ദ്രൻ തന്നെയാണ്, ശബരിമല സമരം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാനത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട്, ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ദീർഘിപ്പിച്ച് പറയാം, മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വമാണ്. ഇവിടെ പ്രിയ അജയനെ മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. മൂത്താന്തറയിലെ പ്രിയ അജയനെ ചെയർപേഴ്സൺ എന്ന് മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിൻ്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിൻ്റെയും പരമത വിദ്വേഷത്തിൻ്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് ഞാൻ, സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട്, നിങ്ങളോടൊപ്പം ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞത് BJPക്കെതിരായിട്ടുള്ള BJP താങ്കളോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചാണ്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ എത്രമാത്രം കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? കാരണം BJPയുടെ ആശയങ്ങളിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ് താങ്കൾ. കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയമാണ്. ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും DNA-യിലുള്ളതാണ്. അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമില്ല. രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറയേണ്ടതല്ലോ. അതെൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആലോചിച്ച് ഞാൻ പറഞ്ഞു. നോക്കൂ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട വേദിയല്ല ഇത്. ഇവിടെ ഞാൻ എൻ്റെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചും അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്.